പ്രധാനപ്പെട്ട പത്രവിശേഷങ്ങളും പത്രവാർത്തകളുമൊക്കെയാണ് ഇന്ന് ഞാൻ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മൾ മനോരമയുടെയും മാതൃഭൂമിയുടെയും ലീഡ് വാർത്തകളൊന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇന്നലെ നെന്മാറയിലെ കൊലപാതകം പ്രധാനമായിട്ടും പത്രങ്ങളിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് മലയാള മനോരമയിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്ത. നെന്മാറയിലെ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിനെ പഴിചാരുകയാണ് നാട്ടുകാരും ബന്ധുക്കളും. ആ വാർത്ത തന്നെ മനോരമ ലീഡായി ആദ്യ പേജിൽ നൽകുന്നു. കൊന്നില്ലേ പോലീസേ എന്ന തലക്കെട്ടോടുകൂടിയാണ് നെന്മാറയിലെ ഇരട്ടക്കൊലപാതകത്തിൻ്റെ വാർത്ത മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്നത്. പോലീസ് കൊന്നോ എന്നതാണ് ചോദ്യം. കൊലക്കത്തിക്കിരയായത് 2019 കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവും ഭർത്തൃമാതാവും. കോടതി വിലക്ക് നടപ്പാക്കാൻ കഴിയാതെ പോയി പോലീസിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അച്ഛൻ സുധാകരൻ്റെയും അച്ഛമ്മ ലക്ഷ്മിയുടെയും കൊലപാതക വാർത്തയെറിഞ്ഞ് സംഭവസ്ഥലത്ത് എത്തിയ അഖിലയും അതുല്യയും പൊട്ടിക്കരയുന്ന ചിത്രവും പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സജിത എന്ന ഈ സുധാകരൻ്റെ ഭാര്യയെ വെട്ടിക്കൊന്നിട്ടാണ് ചെന്താമര നേരത്തെ ജയിലിൽ പോയത്. തിരിച്ചിറങ്ങി വീണ്ടും ഈ സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയായിരുന്നു. ജാമ്യവ്യവസ്ഥ ലംഘിച്ച കൊലക്കേസ് പ്രതിക്കെതിരെ നടപടിയെടുക്കാത്ത പോലീസിന്റെ ഗുരുതര വീഴ്ചയിൽ 2 പേർ കൂടി കൊലക്കത്തിക്കിരയായി. 2019 ഓഗസ്റ്റ് 31 ഈ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. അവരുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് അതിനുശേഷമാണ്. നിരന്തരം ഭീഷണിപ്പെടുത്തിയ ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കുടുംബവും നാട്ടുകാരുമൊക്കെ പരാതി നൽകിയിട്ടും സ്റ്റേഷൻ മുറ്റത്ത് നിർത്തി താക്കീത് നൽകി വിട്ടയക്കുകയാണ് പോലീസ് ചെയ്തത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ച ഒരു പ്രതിയെ സ്റ്റേഷൻ മുറ്റത്ത് നിർത്തി താക്കീത് ചെയ്ത് തിരിച്ചയക്കുകയാണോ വേണ്ടിയിരുന്നത് എന്നതാണ് നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം. എന്തായാലും നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി 4 ഉത്തരവ് ലംഘിച്ച് ചെന്താമര തൊട്ടടുത്ത വീട്ടിൽ താമസിച്ച് 1.5 മാസമായി ഭീഷണിപ്പെടുത്തുന്നതായി സുധാകരനും മകൾ അഖിലയും നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. നാട്ടുകാരും പരാതി നൽകി. എന്നാൽ കേസെടുത്ത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്ത് ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ജാമ്യ വ്യവസ്ഥയൊക്കെ വളരെ വിശദമായി റിപ്പോർട്ടിൽ ചർച്ച ചെയ്തതാണ്. അയാൾ ഇനി എന്നെയും കൊല്ലട്ടെ എന്നാണ് മകൾ പറയുന്നത്. എൻ്റെ അമ്മയെ കൊന്ന അയാൾ അച്ഛനെയും അമ്മയെയും കൊന്നു, ഇനി എന്നെയും കൊല്ലട്ടെ. എൻ്റെ അമ്മയെ കൊന്ന അയാളെ 4 വർഷം ജയിലിൽ കൊണ്ടുപോയി നന്നായി ഭക്ഷണം കൊടുത്ത് വിട്ടയച്ചില്ലേ? ഞങ്ങളുടെ കണ്ണീരിനെന്താ വിലയില്ലേ? 6 വർഷം മുൻപ് അമ്മ സജിതയെയും ഇന്നലെ അതേ പ്രതിയുടെ കൊലക്കത്തിയിൽ അച്ഛൻ സുധാകരനെയും അച്ഛമ്മ ലക്ഷ്മിയെയും നഷ്ടപ്പെട്ട അഖിലയുടെ ചോദ്യം ആരെയും ഉലയ്ക്കും. എൻ്റെ അമ്മയെ കൊന്നയാളാണ്, എന്നെയും പേടിപ്പെടുത്തുന്നുവെന്ന് പോലീസുകാരോട് പറഞ്ഞതാണ്. അതൊന്നും കേട്ടില്ല. അയാളെ രാവിലെ വിളിച്ചുകൊണ്ടുപോയി വൈകിട്ട് തിരിച്ചുവിട്ടു. ജയിലിൽ നിന്ന് വന്ന ശേഷം എൻ്റെ അമ്മയെ കൊന്ന സമയത്തെ പോലെ അയാൾ വീട്ടിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. ഇരുട്ടത്തിരുന്നെല്ലാം നോക്കുകയായിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും പോലീസിന് മനസ്സിലായില്ല. സ്റ്റേഷനിൽ വിളിപ്പിച്ച അയാൾ പറഞ്ഞത് കേട്ട് പോലീസ് തിരിച്ചയച്ചു എന്ന് അഖില പറഞ്ഞു. പ്രതിയെ ഭയന്ന് 1 മാസമായി മറ്റൊരു വീട്ടിലാണ് ഈ അഖില താമസിച്ചിരുന്നതെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം. അതിൽ ചെന്താമരയെ ഇനിയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മാതൃഭൂമിയുടെ ലീഡ് വാർത്ത വഖഫ് ഭേദഗതി ബില്ലാണ്. ഇന്നലത്തെ വാർത്താ ദിനത്തിൽ നിറഞ്ഞു നിന്ന പ്രധാനപ്പെട്ട ലീഡ് വാർത്ത. ദേശീയ പത്രങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. JPC കടന്നു, വഖഫ് ഭേദഗതി ബിൽ എന്നതാണ് വാർത്ത. പ്രതിപക്ഷ ഭേദഗതികൾ തള്ളി, ഭരണപക്ഷ ഭേദഗതികൾക്ക് അംഗീകാരം. ബജറ്റ് സമ്മേളനത്തിൽ പരിഗണിക്കും. 66 ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടു. ഭരണപക്ഷത്തുനിന്ന് 22 പ്രതിപക്ഷത്തുനിന്ന് 44 വന്നു. പക്ഷേ ഭരണപക്ഷത്തു നിന്നുള്ള 14 ഭേദഗതികൾ അംഗീകരിച്ചു. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം തള്ളിക്കളഞ്ഞും ഭരണപക്ഷം നിർദ്ദേശിച്ച 14 ഭേദഗതികൾ അംഗീകരിച്ചും വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. പ്രതിപക്ഷ അംഗങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷ ബലം ഉപയോഗിച്ച് തിങ്കളാഴ്ച സമിതി ബില്ലിന് അംഗീകാരം നൽകിയത്. 10-നെതിരെ 16 വോട്ടുകൾക്കാണ് ഭരണപക്ഷ ഭേദഗതികൾ യോഗം അംഗീകരിച്ചത്. ബിൽ പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന് ബുധനാഴ്ച സംയുക്ത പാർലമെന്ററി സമിതി യോഗം അന്തിമ അംഗീകാരം നൽകും. അതിനുശേഷം അത് 31-ാം തീയതി ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ വിശദമായി ഏതൊക്കെയാണ് ആ ഭേദഗതികൾ എന്ന് ചർച്ച ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ദേശാഭിമാനിയുടെ ആദ്യ പേജിൽ പ്രതിപക്ഷ ഭേദഗതികളെല്ലാം തള്ളി വഖഫ് വിഴുങ്ങി BJP എന്ന വാർത്തയാണ്. ഈ പത്രങ്ങളിൽ മനോരമ പത്രത്തിൻ്റെ ആദ്യ പേജിൽ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം കൊച്ചിയിൽ CPM ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന യോഗത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീപ്പിൽ കടന്നു വരുന്നു. ജില്ലാ സെക്രട്ടറി CN മോഹനുണ്ട്. അതിന് മുൻവശത്തിരിക്കുന്ന റെഡ് വോളണ്ടിയർ ക്യാപ്റ്റൻ അരുൺകുമാറിനെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ പരിചയമുണ്ടാവും. സാധാരണ നമ്മുടെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന CPMൻ്റെ നേതാവാണ് അദ്ദേഹം. ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനാണ്. പുതിയ വേഷത്തിൽ അരുൺ എത്തിയ ചിത്രവും കൂടി നമ്മളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. മാധ്യമത്തിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി മാധ്യമം നൽകുന്നത്
വെട്ടിനിരത്തൽ എന്നതാണ്. വഖഫ് JPCയിൽ പ്രതിപക്ഷത്തെ വെട്ടി. BJP അംഗങ്ങളുടെ ഭേദഗതിക്ക് അംഗീകാരം. നിലവിൽ വഖഫ് ചെയ്ത ഭൂമിയിൽ തർക്കമില്ലെങ്കിൽ അതേപോലെ തുടരാൻ നിർദ്ദേശം. വഖഫ് ബോർഡിൽ 4 അംഗങ്ങൾ മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്നാകാം. ബിൽ പാർലമെന്റ് പാസാക്കിയാൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് DMK പറയുന്നു. നെന്മാറയിലെ പോത്തുണ്ടിയിലെ വയോധികയും മകനെയും അയൽവാസി വെട്ടിക്കൊന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ പ്രസിദ്ധീകരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിലായ വാർത്തയും മാധ്യമം പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. രാജ്യത്ത് UCC നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ്. എന്നാൽ പോർച്ചുഗീസ് സിവിൽ കോഡ് നിലവിലിരിക്കുന്ന സംസ്ഥാനമാണ് ഗോവയെന്ന് പ്രേക്ഷകർക്കറിയാം. ആശങ്കകൾ നിലനിൽക്കെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. ഇതോടെ തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് ഒരുമിച്ചുള്ള ജീവിതം, വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാ അവകാശം, അനന്തരാവകാശം എന്നിവയടക്കം വിഷയങ്ങളിൽ ഏകീകൃത മാനദണ്ഡങ്ങൾ നിലവിൽ വന്നു. ഉത്തരാഖണ്ഡിൽ മുഴുവൻ ബാധകമായ നിയമം സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന ഉത്തരാഖണ്ഡുകാർക്കും ബാധകമാണ്. അതേസമയം ആദിവാസി വിഭാഗങ്ങളെയും മറ്റു ചില പ്രത്യേക വിഭാഗങ്ങളെയും പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന BJPയുടെ അവകാശവാദങ്ങൾക്കിടെ ഈ നിയമത്തിന്റെ പരീക്ഷണ ഭൂമിയായി ഉത്തരാഖണ്ഡ് മാറ്റപ്പെടുകയാണ് എന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ദ ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ ഇന്ത്യ ചൈന ടു റെസ്യൂം ഡയറക്ട് ഫ്ലൈറ്റ്സ്, ഇഷ്യൂ വിസാസ്. വളരെ നിർണായകമായൊരു നയതന്ത്ര നീക്കമാണ്. ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യി ബിനുമായി ബെയ്ജിംഗിൽ ഇന്നലെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്റ്റെപ്സ് ടു റീബിൽഡ് ദി ടൈസ് അനൗൺസ്ഡ് as മിശ്രി മീറ്റ്സ് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ഇൻ ബെയ്ജിംഗ്. മാൻസരോവർ പിൽഗ്രിമേജ് ടു റീസ്റ്റാർട്ട് ദി സമ്മർ. മാൻസരോവറിലേക്കുള്ള തീർത്ഥാടനം ഈ സമ്മറിൽ, ഈ വേനൽക്കാലത്ത് പുനരാരംഭിക്കും. വാങ് കോൾസ് ഫോർ ഇൻ ടു മ്യൂച്വൽ സസ്പീഷൻ ആൻഡ് എൻസ്ട്രേഞ്ച്മെന്റ്. പരസ്പര അവിശ്വാസം അവസാനിപ്പിക്കാൻ വേണ്ടി ഇരു രാജ്യങ്ങളും, പ്രത്യേകിച്ച് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യി ബെയ്ജിംഗിൽ ഇന്നലെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് അഡോപ്റ്റ്സ് യൂണിഫോം സിവിൽ കോഡ് എന്ന വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. BDJS മേ റിവ്യൂ ടൈസ് വിത്ത് NDA കോൾസ് പാർട്ടി മീറ്റ്. കേരളത്തിലുള്ള NDAയുടെ പ്രധാന ഘടകകക്ഷിയായ BDJS NDAയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ഇന്നലെ വന്നിരുന്നു. ആ വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള വാർത്ത. ഇനി മനോരമയിലുള്ള മറ്റൊരു പ്രധാന വാർത്ത റേഷൻ സമരം ഒത്തുതീർന്നതാണ്. വ്യാപാരികളുമായി മന്ത്രിയുടെ ചർച്ച. വേതനം അടുത്ത മാസം 15 മുമ്പ് കൊടുത്തു തീർക്കും. ഇന്നലെ എത്രയാണ് ഈ റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നതുമാണ്. ഇനി എഡിറ്റോറിയൽ പേജിലേക്ക് എത്തിയാൽ മനോരമയുടെ എഡിറ്റോറിയൽ നമുക്കൊന്ന് പരിശോധിക്കാം. മനോരമ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം ഒരു കടുവയിൽ തീരുന്നില്ല പേടി എന്നുള്ളതാണ്. വയനാട്ടിൽ പഞ്ചാരക്കൊല്ലിയിൽ നരഭൂജിയായ കടുവയെ ഇന്നലെ ചത്തനിരയിൽ കണ്ടെത്തിയിരുന്നു. വന്യജീവി ഭീഷണിക്ക് വേണ്ടത് ശാശ്വത പരിഹാരം. സർക്കാരും വനം വകുപ്പും ആശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴും ജനങ്ങൾക്ക് ആശ്വസിക്കാനാവുന്നില്ല. തീർച്ചയായും ഇപ്പോൾ ചത്തത് വയനാട്ടിലെ അവസാനത്തെ നരഭോജി കടുവയല്ലല്ലോ എന്നതാണ് പത്രത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നത്. ഒരു കടുവയിൽ തീരുന്നില്ല പേടി എന്നാണ് പത്രത്തിന്റെ തലക്കെട്ട്. ഓരോ ദുരന്തത്തിനും ശേഷമുള്ള താൽക്കാലിക തീരുമാനങ്ങൾക്കപ്പുറത്ത് ഇനിയും മനുഷ്യജീവൻ പന്താടാതെ നാട്ടുകാരെ വിശ്വാസത്തിലെടുത്ത് ഈ പ്രശ്നത്തിൽ അടിയന്തര ശാശ്വത പരിഹാരമാണ് വേണ്ടത് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും 3 ദിവസത്തെ ഒരു ജനകീയ കോമ്പിംഗ് ഇപ്പോൾ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. മറ്റ് നരഭോജികളായ കടുവകളുണ്ടോ, മറ്റ് കടുവകൾ ഏതെങ്കിലും ആ ഭാഗത്തുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്. നാം അരക്ഷിതർ എന്ന തലക്കെട്ടോടുകൂടി ഈ പോത്തുണ്ടിയിലയുടെ അടക്കമുള്ള ഇരട്ടക്കൊലപാതകത്തിൻ്റെ വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് മാതൃഭൂമി മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. നാട്ടിലെ സകലമാന അന്യായങ്ങളും അവസാനിപ്പിക്കാൻ പോലീസും സർക്കാരും വിചാരിച്ചാൽ നടക്കുമോ? മനുഷ്യനല്ലാതായി തീരുമ്പോൾ ഭരണകൂടവും വലിയൊരളവ് വരെ നിസ്സഹായമാവുകയാണ് എന്നാണ് പത്രം പറയുന്നത്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പോലീസിനും സ്റ്റേറ്റിനുമൊക്കെ ഒരു പരിധിയില്ലേ? മനുഷ്യനിങ്ങനെ പരസ്പരം വെട്ടിക്കൊലപ്പെടുത്താൻ തുടങ്ങിയാൽ. ഋതു എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനാണ് പറവൂരിൽ ചേന്നമംഗലത്ത് തൊട്ട അയൽവാസികളെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 1 അല്ല 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇപ്പോൾ മറ്റൊരു അയൽവാസി ഇതോടുകൂടി 3 കൊലപാതകങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം വീടിനകത്ത് പോലും സുരക്ഷിതരല്ലെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിപ്പെടേണ്ട നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ക്രമസമാധാന തകർച്ചയെന്നും പോലീസിന്റെ ജാഗ്രത കുറവെന്നും മാത്രം ഇതിനെ പഴിച്ചാൽ മതിയോ എന്നാണ് പത്രം ചോദിക്കുന്നത്. ശരിയല്ലേ? നാട്ടിലെ സകലമാന അന്യായങ്ങളും അവസാനിപ്പിക്കാൻ പോലീസും സർക്കാരും വിചാരിച്ചാൽ നടക്കുമോ എന്നതാണ് ചോദ്യം. ഈ മദ്യപാനത്തെയും ലഹരി ഉപയോഗത്തെയും അക്രമത്തെയും ഒക്കെ ആഘോഷിക്കുന്ന പുതുകാലം കൗമാരക്കാരിലും യുവാക്കളിലും എത്ര കണ്ട് സ്വാധീനം ചെലുത്തുന്നുവെന്ന് പഠിക്കപ്പെടേണ്ടതുണ്ട്. ആത്മീയത പോലും കച്ചവടമാകുന്ന സമൂഹത്തിൽ മനുഷ്യരിലെ നവീകരണത്തെപ്പറ്റി സ്വപ്നം കാണുക ദുസ്സാധ്യമായിരിക്കുന്നു എന്നാണ് പത്രം പറയുന്നത്. ശരിയല്ലേ? മുഖപ്രസംഗത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മളൊക്കെ മനുഷ്യരല്ലാതായിത്തീരുമ്പോൾ, നമ്മുടെ അയൽവാസിയുടെ സ്നേഹവും അയൽവാസിയുടെ പുഞ്ചിരിയും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ, അയൽവാസിയെ കൊന്നു തീർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നതെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു സങ്കീർണമായൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ ഇനി എന്തു വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.